ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്നത് Ninja 1000 ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 7 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു 7500 കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയും ചെയ്തു. ഒരു 2 സർവീസും കഴിഞ്ഞു. സർവീസ് ചെയ്ത വകയായിട്ട് ഏകദേശം ഒരു 19,000 രൂപ എക്സ്പെൻസും വന്നിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ചുരുങ്ങിയത് ഒരു 30,000 രൂപയുടെ പെട്രോളും നമ്മളിപ്പോൾ ഈ വണ്ടിക്ക് അടിച്ചിട്ടുണ്ടാവും. ചുരുങ്ങിയതാൻ പറ, അതിൽ കൂടിയാലേ ഉള്ളൂ, അതിലെന്തായാലും കുറയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയുടെ വിശേഷങ്ങളോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇതൊരു ഇൻലൈൻ 4 സിലിണ്ടർ വണ്ടിയാണ്. 1043 cc ആണ് ഇതിൻ്റെ എൻജിൻ കപ്പാസിറ്റി വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ 150 PS പവറും അതുപോലെ തന്നെ 111 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെല്ലിൻ്റെ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സെയിം വണ്ടി തന്നെ ആയിരുന്നു അന്ന് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 മാസം 7500 കിലോമീറ്റർ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിൽ എനിക്ക് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കംഫർട്ട് തന്നെയാണ്. കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന സംഭവമാണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. ഈ സീറ്റ് ഉണ്ടല്ലോ, എന്താ പറയുക, വളരെ കുഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സോഫയിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സീറ്റിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. ശരിക്കും പറയുകയാണ്, ഞാൻ ഈ ഒരു വണ്ടിയിൽ ഈ വണ്ടിയിൽ നിന്നല്ല, ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ വേറെ 2 വണ്ടി ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ പില്യണായിട്ട് ഇതുവരെ ഞാൻ പില്യണായിട്ട് ഇതുവരെ അങ്ങനെ വണ്ടി കയറിയിട്ട് ബാക്കിൽ ഇരുന്നിട്ട് ഞാൻ പോയിട്ടില്ല ഇതുവരെ. പക്ഷെ ഒരിക്കൽ ഞാൻ ഈ വണ്ടി സ്ട്രെല്ല് റിവ്യൂവിന് എടുക്കുന്ന സമയത്ത് ഞാനും സ്ട്രെല്ലും കൂടെ നമ്മൾ 2 വണ്ടിയിലാണ് പോയത്. അത് പുള്ളിയുടെ വണ്ടി അന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആയി. പുള്ളിക്കൊരു ട്രാക്കിൽ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട്, പുതിയതല്ല, ഒരു പഴയ വണ്ടിയാണ്. അപ്പോൾ അത് പുള്ളി എന്തോ ടയറൊന്ന് മാറ്റി വരുന്നതിൻ്റെ തലേദിവസം മാറ്റിയ സമയത്ത് ബാക്കിലെ ടയറിൽ നട്ടിടാൻ മറന്നുപോയി. അങ്ങനെ വണ്ടി ഒരുമാതിരി ബോബ്ലിംഗ് ഒക്കെ വന്നപ്പം ഞാൻ പുള്ളീനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ റൈഡ് ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. കുറേ പുള്ളിയെ കാണാതെ ഞാൻ വണ്ടി നിർത്തി സൈഡാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, സൈഡിലെ ബാക്കിലെ ടയറിന് നട്ട് കാണുന്നില്ല. അപ്പോൾ അന്നേരം ഞങ്ങൾ ആ വണ്ടി അവിടെ സൈഡാക്കി. ഞങ്ങൾ 2 പേരും കൂടെ പിന്നെ ഈ ഒരു വണ്ടിയിലാണ് പോയത്. കാരണം ഞാനായിരുന്നു അന്നേരം വണ്ടി ഓടിച്ച്. അപ്പോൾ പുള്ളീൻ്റെ ബാക്കിൽ ഒരു 10-80 കിലോമീറ്ററോളം വണ്ടി അന്ന് ഞങ്ങൾ 2 പേരും കൂടെ ഓടിച്ചിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാനായിരുന്നു ബാക്കിൽ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ തോന്നിയൊരു സംഭവമാണ് ഇതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത്. ഞാനിതുവരെ ബാക്കിൽ ഇതിൽ നിന്നല്ല ഒരു വണ്ടിയിൽ, ഇതിന് മുമ്പുണ്ടായിരുന്ന വണ്ടിയിൽ ഞാൻ പില്ലനായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നിയൊരു സംഭവമാണ് ഇതിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആ സീറ്റാണ് ഇതിൻ്റെ മെയിൻ സംഭവം. പിന്നെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷന് ഫ്രണ്ടിലും നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഒരു ടൂറിങ്ങിന് ബേസ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഇതിനിപ്പോൾ നിലവിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കംഫർട്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനാണെങ്കിൽ എത്ര വണ്ടി ഓടിച്ചാലും നമുക്ക് ഒരു മടുപ്പ് വരാത്തൊരു വണ്ടിയാണിത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംഫർട്ട്നെസ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇനിയിപ്പം എന്താ പറയുക, ഇപ്പോൾ ലോങ് റൈഡൊക്കെ പോകാനാണെങ്കിൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്. നമ്മൾ ഓടിച്ചുകൊണ്ട് പോകാം, നമുക്ക് അങ്ങനെ നിർത്തേണ്ടതായിട്ടുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. കാരണം ഭയങ്കര കംഫർട്ടാണ് അത്. ഈ കംഫർട്ട്നെസ്സിനെ കുറിച്ച് ഞാൻ ഇത്രയും കാര്യം പറയുന്നത് വെച്ചാൽ വളരെ കംഫർട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറയാൻ കാരണം. പിന്നെ ലോങ് റൈഡിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്ക് ഉണ്ടില്ല നിങ്ങൾ, ഒരു ഹ്യൂജ് ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്കാണ്. ഒരു 19 ലിറ്ററാണ് ഈ ഒരു ടാങ്കിൻ്റെ കപ്പാസിറ്റി തന്നെ വരുന്നത്. ഈ 19 ലിറ്ററിൽ ഏകദേശം ഞാനൊരു 15 ലിറ്ററൊക്കെ അടിക്കുമ്പം ഫുൾ ആവാറുണ്ട്. കാരണം അതിൽ 4 ലിറ്റർ എപ്പോഴും ഫില്ല് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ ഒരു 15 ലിറ്ററും മൊത്തം ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു 350-360 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, 1000 cc വണ്ടിക്ക് 360 ഒരു ഫുൾ ടാങ്ക് അടിച്ചാൽ കിട്ടുക പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടുന്നുള്ളതെന്ന് നോക്കി ആലോചിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി മൈലേജ് കിട്ടുന്നതെന്ന് പറയുന്നത് 20ൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പം വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു ദിവസം ഇതുപോലെ റൈഡ് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിയപ്പം എൻ്റെ കൂടെ കുറേ CBR പിള്ളേരുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നമ്മളെ ഫ്രണ്ട് സർക്കിൾ കുറച്ച് CBR ഉള്ള ടീംസ് ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിനെത്ര മൈലേജ് കിട്ടുന്നുണ്ട്. ഞങ്ങളൊരു സബ്ജക്റ്റ് അതായിരുന്നു, മൈലേജ് ആയിരുന്നു. അപ്പോൾ മൈലേജ് എത്ര കിട്ടും? ഞാൻ പറഞ്ഞു, ഞാൻ എടുത്ത പാടെ അങ്ങനെ കൂടായിട്ട് പറഞ്ഞു 20 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ എല്ലാവരും കൂടെ എൻ്റെ മുഖത്തോട്ട് കിട്ടി 20 എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 20 കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ വണ്ടി 650 cc ഉള്ളൂ, ബ്രോയുടെ വണ്ടീനെക്കാട്ടും 300-450 cc കുറവാണ്. എന്നിട്ടും അത് മാത്രമല്ല പവറും കുറവാണ്. എന്നിട്ട് ഞങ്ങൾക്ക് 18-19 കിട്ടുന്നുള്ളൂ. ബ്രോക്ക് 20 കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ പൊളിച്ചങ്ങ് ഓടിക്കാറില്ല. എന്നാലും ഞാൻ ക്രൂസ് ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 120-130, മാക്സിമം 100. അതിൻ്റെ മുകളിലോട്ട് ഞാൻ അങ്ങനെ പൊളിക്കാറൊന്നുമില്ല. ഇനി വല്ലപ്പോഴും പൊളിക്കണം എന്നൊക്കെ തോന്നിയാൽ
ജസ്റ്റ് ഒന്ന് കയറ്റും. അത് 1-2 മിനിറ്റ് നമ്മളങ്ങ് പൊളിച്ചിട്ട് സാധാ രീതിയിൽ തന്നെ അങ്ങോട്ട് വരികയും ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി അതുകൊണ്ടാണോ അറിയില്ല. പക്ഷേ പൊതുവേ ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ഓണേഴ്സിനൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു 20 കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരു 1000 cc 20 കിട്ടുക എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമല്ലേ. അപ്പം എനിക്കറിയാം എന്താ പറയുക, ഒരുപാട് പേര് CBR 650യുടെ ഫാൻസ് ഉണ്ടെന്നുള്ളത്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊക്കെ CBR ഇപ്പോൾ വാങ്ങിക്കാൻ താല്പര്യപ്പെട്ട് ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഒരു 2 വർഷം മുമ്പ് വരെ ആണെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ബൈക്ക് എന്ന് പറയുന്നത് ഒരു CBR 650 വാങ്ങുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ CBR 650 ആകുമ്പോൾ നമുക്കൊരു മിഡിൽ വെയിറ്റ് കാറ്റഗറിയിലുള്ള വണ്ടി, പിന്നെ അത്യാവശ്യം മൈലേജും കിട്ടും, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം, പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. അതൊക്കെയായിരുന്നു ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ചെറിയ രീതിയിലൊക്കെ. പക്ഷേ മൈലേജിൻ്റെ കാര്യം വരുമ്പം മൈലേജ് അത്ര 650 ആണെങ്കിലും ഇതിൻ്റെ അത്ര മൈലേജ് അതിന് കിട്ടുന്നില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ അപ്പോൾ അതിന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 18-19 കിട്ടുന്നത്. ഇതിന് എനിക്ക് എങ്ങനെ ഓടിച്ചിട്ടും ഒരു 20 കിട്ടുന്നുണ്ട്. 20ൻ്റെ താഴെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു കാരണം വെച്ചിട്ട് CBR വാങ്ങിക്കാൻ നിൽക്കുന്നവരെന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം CBR എന്ന് പറയുന്നത് ഏകദേശം 11,50,000 മുകളിലെന്തോ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഇപ്പോൾ നിലവിലെ പ്രൈസ് പ്രകാരം ഒരു 15,50,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ കൂട്ടുവാണെങ്കിൽ ഒരു ഇൻലൈൻ 4 1000 cc അല്ലെങ്കിൽ ലിറ്റർ ക്ലാസ് വണ്ടിയും കിട്ടും. പിന്നെ ഇതിൽ അതില്ലാത്ത കുറേ സംഭവങ്ങളുണ്ട്. ഇതിലിപ്പോൾ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ബൈലാറ്ററൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, 4 റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്, കോർണറിങ് ABS വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. CBR ഞാൻ ഒരിക്കലും മോശമൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഡ്രീം ബൈക്കായിരുന്നു CBR 650, ഒരു റെഡ് കളർ എന്ന് പറയുന്നത്. ഇപ്പോഴും എനിക്ക് റെഡ് കളറോട് ഭയങ്കര താല്പര്യം. എനിക്ക് റെഡ് ബ്ലാക്കാണ് എൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്. ഇത് പിന്നെ റെഡും ബ്ലാക്കും ഉള്ളതുകൊണ്ട് ഞാനിത് അങ്ങ് എടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ പറയുക, കംഫർട്ട്നെസ്സിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു CBR-നേക്കാട്ട് കുറച്ചുകൂടെ ഒരു കംഫർട്ട്നെസ് ഉള്ളൊരു വണ്ടിയാണിത്. ഇതിൻ്റെ ഒരു പോസ്റ്റർ, നമ്മൾ റൈഡിങ് ഒരു പോസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്ന് അപ്രൈറ്റാണ്. ഐ മീൻ കുറച്ച് മുന്നോട്ടൊന്ന് ചാഞ്ഞിരിക്കണം. എന്നാലും നമ്മളെ CBR-ൻ്റെ അത്രയൊന്നും സ്പോർട്ട്നെസ് ഇല്ലാത്തൊരു വണ്ടിയാണത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ക്രൂസ് ചെയ്ത് പോയാലും ഒരു കുഴപ്പവും നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ, ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയുക, ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ ലുക്കായി തോന്നുന്നത് CBR തന്നെയാണ്. ലുക്ക് കുറച്ചായിട്ടൊന്നല്ല, നല്ല രീതിയിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു ലുക്കുള്ള CBR 650 തന്നെയാണ്. പക്ഷേ ഇതിനൊരു ലുക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. ഞാനത് കാണിച്ചു തരാം, ഒന്ന് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ 120/70 ഇഞ്ചാണ് വരുന്നത്. നമുക്ക് 2 12 ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ കാണുന്നുണ്ടല്ലേ നിഞ്ചയുടെ ലോഗോയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു എക്സോസ്റ്റ് പൈപ്പ് വരുന്നുണ്ടായിരുന്നു, സ്റ്റോക്ക് എക്സോസ്റ്റ്. അത് ഈ ഒരു വണ്ടിയിൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എക്സോസ്റ്റ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കിലെ ടയർ എന്ന് പറയുന്നത് 190/50/17 ഇഞ്ച് ടയറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയാം. ടയറിനെ കുറിച്ചും ചെറിയൊരു സ്റ്റോറി പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ലുക്ക് വൈസ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ വണ്ടി ഞാൻ പറഞ്ഞല്ലോ 7,800 കിലോമീറ്റർ വണ്ടി ഞാൻ ഓടിച്ചു. അപ്പോൾ എൻ്റെ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ട് സെയിം വണ്ടിയുള്ള. അപ്പോൾ അവരിപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് ശേഷം വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ അവരുടെ ഓൾറെഡി ടയർ അവർ ചേഞ്ച് ചെയ്തു. അവർ 4,000-6,000 ചിലത് 6,000 കിലോമീറ്ററിലൊക്കെ ഓൾറെഡി അവർ ചേഞ്ച് ചെയ്ത് മാത്രമല്ല, അവർ ത്രെഡ് വരെ കണ്ടു തുടങ്ങി. എൻ്റെ കൂടെ നോക്കിയേ, ഇവിടെ അത്യാവശ്യം ഇനിയും നമുക്ക് കോമ്പൗണ്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 3,000-4,000 കിലോമീറ്റർ കൂടെ, അത്യാവശ്യം ഒരു 3,000 കിലോമീറ്റർ കൂടെ ഒക്കെ കിട്ടാനൊരു ചാൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതാണ് ഞാൻ ആ ടയറിനെ കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞ്. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ 1-2 കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തുണ്ടായിരുന്നു. ഒന്ന് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് ആയിരുന്നു. അത് ഞാൻ ഇപ്പോൾ എടുത്ത് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ കവാസാക്കിയുടെ ഏതൊരു വണ്ടി എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല ഡിസൈനും ലുക്കൊക്കെ ഉള്ളൊരു എക്സോസ്റ്റ് മഫ്ലറാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ Ninja 1000 എടുത്ത് നോക്കിയാൽ മതി. ഇത് ലേറ്റസ്റ്റ് കിട്ടോ, പഴയതല്ല. BS4 അല്ല ഞാൻ ഉദ്ദേശിച്ചത്, BS6 എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുമാതിരി എന്താ പറയുക, ഒരു ഗ്യാസ് കുറ്റി പോലത്തെ ഒരു പൈപ്പാണ് അവിടെ ഈ സാധനം നിൽക്കുന്നിടത്ത് മഫ്ലറിൻ്റെ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലുക്കും കിട്ടി. പിന്നെ മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കൂടി. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ ഇവിടെ സ്റ്റോക്കിന് ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു റെസൊണേറ്റർ ബോക്സ് എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, എപ്പോൾ നോക്കിയാലും നമ്മൾ ഒരു അമ്പ് ചാടിയിട്ടുണ്ടെങ്കിൽ ഈ ടയർ കയറുന്നതിന് മുമ്പ് ഇതങ്ങ് അടി തട്ടും. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ അങ്ങനെ ഇവിടെ തട്ടിയിട്ടൊന്നുമില്ല.
പിന്നെ ഉള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിനൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. പക്ഷേ ആ ഫീച്ചർ എന്തിനാണ് കൊടുത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഇതിലിപ്പോൾ നമ്മൾ ഒരു റേഡിയോളജി അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക, ബ്ലൂടൂത്ത് ഓണാക്കുക. ഇതിൽ പോയാലും നമുക്കങ്ങനെ ബ്ലൂടൂത്ത് ഓണാക്കാനുള്ള സെറ്റപ്പ് കിട്ടും. ഇവിടെ ബ്ലൂടൂത്ത് ഇപ്പോൾ കാണുന്നില്ല ഗൈസ്. ഞാൻ ഈ സ്റ്റിക്കർ ഇവിടെ തൊട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സ്പീഡിൻ്റെ ലിമിറ്റ് കാണാതിരിക്കാൻ വേണ്ടി. ഈ ബ്ലൂടൂത്ത് ഓണാക്കി കഴിഞ്ഞാൽ ഫോൺ തമ്മിൽ കണക്റ്റായി കഴിഞ്ഞാൽ എന്ത് ഉപകാരം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഉപകാരം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തില്ല. കാരണം ഇതിൽ കാണുന്ന റീഡിങ്സും അതുപോലെ സെറ്റിങ്സും കാര്യം നമുക്ക് ഫോണിൽ നിന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ള അല്ലാതെ അതിനെക്കൊണ്ട് വേറെ ഒരു ഉപകാരമില്ല. കാരണം അതിന് ഫോണിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ ഒരു സ്വിച്ചും ഇങ്ങനത്തെ കുറേ ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാരെങ്കിലും പോയിട്ട് ഫോണിൽ അതെടുത്ത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുമോ? മാത്രമല്ല അറ്റ്ലീസ്റ്റ് ഒരു മ്യൂസിക് കണക്ടിവിറ്റിയോ അല്ലെങ്കിൽ മ്യൂസിക് നമുക്ക് ടോഗിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നാവിഗേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതൊന്നുമില്ലാതെ ചുമ്മാ വെറുതെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു വണ്ടിക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. സംഭവങ്ങൾ മാറ്റി വെച്ചാൽ അതിൽ ഒരു സാധനം ഞാൻ മാറ്റി, എക്സോസ് ഓൾറെഡി ഞാൻ മാറ്റി. ബാക്കി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ അത് ഏതൊരു വണ്ടിയാണ് ഇപ്പോൾ ആയാലും ഹോണ്ട CBR ആയാലും ശരി, കവാസാക്കി ആയാലും ഡുക്കാട്ടി ആയാലും ഏതൊരു സൂപ്പർ ബൈക്സ് ആയാലും നമുക്കിപ്പോൾ ആർക്കായാലും ഇപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഇട്ടാൽ വണ്ടി വാങ്ങിക്കാൻ പറ്റും. പക്ഷേ വാങ്ങിക്കുന്നതിലല്ല കാര്യം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുകൊടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 സർവീസ് കഴിഞ്ഞു. 7000 കിലോമീറ്റർ ആയപ്പോഴത്തെ 2 സർവീസ് കഴിഞ്ഞു. ഈ കവാസാക്കിയുടെ ഇപ്പം 6000 ഓരോ 6000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. ഡുക്കാട്ടിയൊക്കെ എനിക്ക് വന്ന് 12000 അങ്ങനെയാണ്. ട്രയംഫ് ആണെങ്കിൽ ആദ്യത്തെ സർവീസ് കഴിഞ്ഞാൽ പിന്നെ 16000 കിലോമീറ്ററിലായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ഓരോ 6000 കിലോമീറ്ററിൽ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരുന്നുണ്ട്. 2 സർവീസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 19,000 രൂപയുടെ ഒരു സർവീസ് കോസ്റ്റും ഈ ഒരു വണ്ടിക്ക് എനിക്ക് വന്നു. ഇപ്പോൾ 3ാമത്തെ സർവീസ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്സ് അങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടയർ രണ്ടും ഏകദേശമൊക്കെ മാറ്റാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഘടകമാണ് സൂപ്പർ ബൈക്സ് വാങ്ങിക്കുമ്പോൾ. അതായത് നിങ്ങൾ ഏത് ഇതായാലും ഹോണ്ട ആയാലും ശരി, കവാസാക്കി ആയാലും ശരി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം. അതാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞത്. ബൈക്ക് നമ്മളിപ്പം ഇഷ്ടപ്പെട്ട് ചാടിക്കയറി എടുത്ത് അവസാനം അത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ക്രാഷോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് പോയി കിട്ടും. ഞാൻ ആ ക്രാഷിൻ്റെ കാര്യം പറയാൻ കണ്ടത് എൻ്റെ ക്രാഷൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊന്ന് വീണുണ്ടായിരുന്നു. അപ്പോൾ ആ വീണ സമയത്ത് ഒരു കുഴി ചാടിയിട്ടായിരുന്നു ഞാൻ വീണത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ ടയറിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണത്തില്ല, ഇത് ഈ കാണുന്ന ഇവിടെ ഒരു ചെറിയൊരു ബെൻഡുണ്ട്. പക്ഷേ ലീക്കും കാര്യമൊന്നുമില്ല. പിന്നെ ചെറിയൊരു സ്ക്രാച്ചും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാനൽ മൊത്തത്തിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ 2 സാധനം മാറ്റിയപ്പോൾ തന്നെ ഏകദേശം 1,20,000 രൂപയുടെ ബില്ലാണ് എനിക്ക് വന്നത്. അത് ഓൾറെഡി എനിക്ക് നമ്മൾ ഇതുള്ളത് കൊണ്ട്, അതായത് ഫുൾ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് 5 പൈസയുടെ ചിലവ് വന്നിട്ടില്ല. അതല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, 1,20,000 രൂപ എന്നൊക്കെ പറയുന്നത് നല്ലൊരു എമൗണ്ട് അല്ലേ? അപ്പം ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.